ദുരന്തം സംഹാര താണ്ഡവമാടിയ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിൽ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചുവെന്ന് ഇപ്പോൾ വാർത്ത വരുന്നു. തെരച്ചിൽ അതീവ ദുഷ്കരമെന്ന് രക്ഷാപ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. നാളെയും ഇതേ മേഖലയിൽ തെരച്ചിൽ തുടരുമെന്നും അവർ പറഞ്ഞു. ശ്രീജിത്ത് ശ്രീകുമാർ മുണ്ടക്കൈയിൽ നിന്നും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. മാത്രമല്ല, പത്രപ്രവർത്തകരെ മുഴുവൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്, മാധ്യമപ്രവർത്തകരെയും മാറ്റിയിട്ടുണ്ട്. കാരണം ഇനി അവിടെ നിൽക്കുന്നത് അത്ര രക്ഷയ്ക്കുതകുന്നതല്ല എന്നാണ് അവരുടെ അഭിപ്രായം. ശ്രീജിത്ത് ടെലിഫോൺ ലൈനിൽ. പറയൂ ശ്രീജിത്ത്. SKM ചെറിയ തോതിൽ ചാറ്റൽ മഴ പെയ്തു തുടങ്ങി. ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലയാകെ ഏതാണ്ട് മൂടൽ മഞ്ഞിനോടം മഞ്ഞ് പരന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഈ പ്രദേശത്ത് ഇപ്പോൾ തെരച്ചിൽ നടത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ മേഖലയിൽ ഇറ്റാച്ചി അടക്കം മണ്ണുമാന്ത്രി യന്ത്രങ്ങളടക്കം ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയിട്ടും കാര്യമായ രീതിയിൽ മനുഷ്യ ശരീരാവശിഷ്ടങ്ങളോ മൃതദേഹങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആകെ ആശ്വാസകരമായ കാര്യം, ഇന്ന് ഈ മേഖലയിൽ നിന്ന് പരിശോധന നടത്തിയ സമയത്ത് കുറച്ച് നായ്ക്കളെ റെസ്ക്യൂ ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ആകെ ആ ഒരു മേഖലയിൽ നിന്ന് ലഭിച്ചൊരു ആശ്വാസ വാർത്ത. എന്തായാലും മാധ്യമപ്രവർത്തകരോടക്കം ഈ മേഖലയിൽ നിന്ന് അടിയന്തരമായി മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു, ഈ മേഖലകളിൽ ഇപ്പോഴും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്, ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട്. ഈ മേഖലയിൽ പാറക്കൂട്ടങ്ങൾ അടിഞ്ഞ് ഏതാണ്ട് പുഴയിലേക്കും അതുപോലെ തന്നെ ജനവാസ മേഖലയിലേക്കും വന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കൂടുതൽ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുമോ എന്നൊരു ആശങ്ക ഈ പോലീസിനും അതുപോലെ തന്നെ സംവിധാനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറണമെന്ന ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നത്തെ പുഞ്ചിരിമട്ടം അതുപോലെ തന്നെ മുണ്ടക്കൈ മേഖലകളിലെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നു. നാളെ രാവിലെ 7 മണിക്ക് തന്നെ രക്ഷാപ്രവർത്തനം തുടരാനാണ് തീരുമാനം. SKN. ശ്രീജിത്ത്, ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ഈ പരിശോധനകൾ അവസാന ഘട്ടത്തിലേക്കാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷം ചെറിയ രീതിയിലുള്ള സംശയങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉയരുന്നു. എന്താണ് അതിൻ്റെ ഒരു വ്യക്തത? എന്താണ്? SKN, നമ്മൾ ഇന്ന് ഈ മേഖലകളിൽ പരിശോധന നടത്തിയിട്ട് ഏതാണ്ട് കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഒരു പരിശോധന, അത് പുഴയിലായിക്കോട്ടെ, പാറക്കൂട്ടങ്ങൾ അടിഞ്ഞ മേഖലകളിലായിക്കോട്ടെ, ഈ സ്നിപ്പിംഗ് ഡോഗ്സ് പരിശോധിച്ച മേഖലകളിലായിക്കോട്ടെ, എല്ലാ മേഖലകളിലും നടത്തിയിട്ടും മനുഷ്യ ശരീരാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ആളുകളെയോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതിന്റെ ഭാഗമായാണ് ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു വാക്ക് വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്കാണ് എന്ന്. മറ്റുള്ള ആളുകളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമാണ്. പക്ഷേ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കില്ല എന്ന് ഇവിടുത്തെ കളക്ടർ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. അത് തുടരാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു നിർദ്ദേശമെന്നും പറയുന്നുണ്ട്. നാളെയും തിരച്ചിൽ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നാളെ എങ്ങനെയാണ്, ഇതേ രീതിയിൽ തന്നെയുള്ള തിരച്ചിൽ തുടരാനാണോ, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മറ്റു കൂടുതൽ ആഴങ്ങളിലേക്കുള്ള ഒരു പരിശോധന, മണ്ണ് കൂടുതൽ നീക്കിക്കൊണ്ടുള്ള ഒരു പരിശോധനയിലേക്കാണോ കടക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ പരിശോധന ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും തരത്തിൽ ഒരു വിവരം ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ പരിശോധനകൾ രാത്രിയായാലും തുടരാമെന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ നേതൃത്വം നൽകുന്ന ആളുകളും അറിയിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. പുഞ്ചിരിമട്ടം മേഖലയിൽ രാവിലെ മുതൽ പരിശോധന നടത്തിയിരുന്നു. അവർ എല്ലാവരും തന്നെ ഇപ്പോൾ താഴേക്ക് ചുരൽമല മേഖലയിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. കൂടാതെ ഈ മുണ്ടക്കൈ മേഖലയുടെ മുഴുവൻ രക്ഷാപ്രവർത്തകരോടും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടു. ഒരു തമിഴ് മാധ്യമം ഇതിന് നടുവിൽ നിന്ന് അവർ ലൈവ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെയൊക്കെ എത്രയും പെട്ടെന്ന് അതിന് മുകളിലേക്ക് കയറണം എന്ന് കർശനമായ നിർദ്ദേശം നൽകി. ഈ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഒരു കാരണവശാലും ഇങ്ങനെ വാർത്ത നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്ന നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതിനർത്ഥം കാര്യമായ രീതിയിലുള്ള ഒരു ഭീഷണി, ഇപ്പോഴും ഒരു മണ്ണിടിച്ചിൽ ഭീഷണി അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുക, എല്ലാവരും അന്തിമഘട്ടത്തിലേക്ക് മുഖ്യമന്ത്രി പറയുമ്പോൾ പോലും അവസാന ജീവന്റെ തുടിപ്പ് അല്ലെങ്കിൽ അവസാന ആളെ കണ്ടെത്തുന്നവരെയും പരിശോധന തുടരുമെന്ന് തന്നെയാണ് ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തകർ അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. സന്തോഷ് ബ്ലോഗിൽ എന്ന് പറയുന്നത്, ഞങ്ങൾ പത്തനംതിട്ടക്കാരാണ്, 2 കുടുംബത്തിന് താമസിക്കാൻ സ്ഥലം നൽകാം എന്ന് പറയുന്നു. ഇപ്പോൾ വയനാട്ടിൽ താമസിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരുന്നത് പ്രായോഗികമാണോ എന്നുള്ള കാര്യം ആലോചിക്കണം സന്തോഷ്. എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കൂടുതൽ ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ചാലിയാറിന്ന് വാർത്ത വരുന്നു, അവിടെയും ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നാണ് വാർത്ത. ചാലിയാറിലെ തെരച്ചിൽ നാളെ രാവിലെ ആരംഭിക്കും. തീരുമാനം ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗത്തിൽ. സമീർ ബിൻ കരീം ചാലിയാർ പുഴയ്ക്ക് സമീപം നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സമീർ, പറയൂ വിശദാംശങ്ങൾ. SKN, ഞാനിപ്പോഴുള്ളത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ്. ഇപ്പോൾ ചാലിയാർ പുഴയിൽ നിന്നും ഒരു മൃതദേഹം കൂടി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ തിരച്ചിൽ അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ഒരു മൃതദേഹം കൂടി ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് കൂടി കൂട്ടുകയാണെങ്കിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇന്ന് ചാലിയാർ പുഴയിൽ നിന്ന് മാത്രം എത്തിയിരിക്കുന്നത് 13 മൃതദേഹങ്ങളാണ് എന്നുള്ളതാണ്. ഇതുവരെ ഈ ആശുപത്രിയിൽ ഈ അപകടം നടന്നതിനെ തുടർന്ന് എത്തിയിരിക്കുന്നത് 201 മൃതദേഹങ്ങളാണ്. ഇതിൽ 73 മൃതദേഹ ഭാഗങ്ങളും 120 മൃതദേഹങ്ങളും 120
228 ശരീരഭാരങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് കണക്ക്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് കൂടി കൂട്ടുകയാണെങ്കിൽ നിലവിലെ കണക്ക് 202 കൂടുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ചാലിയാർ പുഴയിൽ ഇന്ന് നടന്നിരിക്കുന്ന തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ അവസാന ഘട്ടത്തിൽ ചാലിയാർ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരൊപ്പം തന്നെ ജനപ്രതിനിധികളും മറ്റുള്ളവരും ചേർന്ന് ഒരു യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ തിരച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ അതിൽ വിലയിരുത്തി നാളെ കൂടി തിരച്ചിൽ തുടരുമെന്ന് ഈ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടുതൽ ദിവസങ്ങളിലേക്ക് ഇനി തിരച്ചിൽ പോകാൻ സാധ്യതയില്ല ചാലിയാർ പുഴയിൽ എന്നുള്ളതാണ് നൽകാൻ കഴിയുന്നവർ. ഒരുപക്ഷെ മറ്റന്നാളോട് കൂടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ ചാലിയാർ പഞ്ചായത്തിൽ യോഗത്തിലുണ്ടായിരിക്കുന്ന ഒരു അഭിപ്രായം എന്നുള്ളത്. ഏതായാലും നാളെ എന്തായാലും തിരച്ചിൽ തുടരും. അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ദിവസത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് പ്രധാനമായും മൃതദേഹങ്ങളെല്ലാം തന്നെ ശരീരഭാഗങ്ങളും ലഭിച്ചിരിക്കുന്നത് മച്ചിക്കൈ, ഒപ്പം തന്നെ നീർപ്പുഴ മുക്കം, ഇരുട്ടുകുത്തി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് ഇന്ന് മൃതദേഹങ്ങൾ പ്രധാനമായും ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നലത്തെ അത്ര മൃതദേഹങ്ങളോ ഇന്ന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി കൂടുതലൊന്നും തന്നെ ലഭ്യമാകുന്ന ഇടങ്ങളിൽ ഇല്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് നിലവിൽ രക്ഷാദൗത്യ സംഘം ഉള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. ഏതായാലും ഇന്ന് പ്രധാനമായും തിരച്ചിലിനായി എത്തിയിരുന്നത് NDRF, ഒപ്പം തന്നെ തണ്ടർ ബോട്ട്, സന്നദ്ധ പ്രവർത്തകർ, പോലീസ്, ഫയർഫോഴ്സ് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളായിരുന്നു. അവർ കാട് കയറിയുള്ള തിരച്ചിൽ ഇന്നും ഉണ്ടായി. അതോടൊപ്പം തന്നെ ചാലിയാറിൻ്റെ പോത്തുകലിൽ നിന്നും ഇരുഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് ഇവിടെ അതിൻ്റെ വശങ്ങളിൽ പ്രധാനമായും തിരച്ചിൽ നടന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, ചാലിയാർ പുഴയിൽ ജലനിരപ്പ് താഴുന്ന ഘട്ടത്തിൽ ഇന്ന് താഴ്ന്നിട്ടുണ്ട്. ഈ താഴുന്ന ഘട്ടത്തിൽ ഈ പുഴയ്ക്ക് നടുവിലും പലയിടങ്ങളിലുമായി ഈ മൺതിട്ട രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ മൺതിട്ട നീക്കം ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഈ ശരീരഭാഗങ്ങൾ കിട്ടുന്നത് എന്നുള്ളതാണ് രക്ഷാദൗത്യ സംഘം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ചാലിയാറിൻ്റെ പലയിടങ്ങളായിട്ടുള്ള ഈ പാലങ്ങൾക്കടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ മരങ്ങളും ഒപ്പം തന്നെ കല്ലും എല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ട് പ്രവൃത്തി ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിനിടയിൽ നിന്നും ശരീരഭാഗങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോഴും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നും സൈന്യത്തിന്റെയും പോലീസിന്റെയും ഹെലികോപ്റ്ററുകളും ഒക്കെ തന്നെ ഡ്രോണും ഉപയോഗിച്ചുള്ള വലിയ തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലുമാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, സമീർ ബിൻ കരീമാണ് ചാലിയാർ പുഴയ്ക്ക് സമീപം നമുക്കൊപ്പം ചേർന്ന്. ചാലിയാർ പുഴയിലും ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഇനി നാളെ രാവിലെ തെരച്ചിൽ തുടരുമെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന.